റെനിയമ്മ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി സ്റ്റേറ്റ് ലെവൽ ബെസ്റ്റ് അംഗൻവാടി വർക്കർ അവാർഡ് ജേതാവായ കോതമംഗലം അഡീഷണൽ ICDSലെ രാധിക ടീച്ചറും മറ്റ് അവാർഡ് ജേതാക്കളും അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ഈ പരിപാടിയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോയി അവാർഡ് സെറമണി ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് സ്റ്റേറ്റ് ലെവൽ ബെസ്റ്റ് അംഗൻവാടി വർക്കർ അവാർഡ് ജേതാവായ കോതമംഗലം അഡീഷണൽ ICDSലെ രാധിക ടീച്ചർ. സുസ്ഥിര മാറ്റത്തിനുമായുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ അന്താരാഷ്ട്ര വനിതാ ദിനം ആഹ്വാനം ചെയ്യുന്നു. കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണ സമ്മേളനത്തോടനുബന്ധിച്ച് ആദ്യം പ്രാർത്ഥനയാണ്. ചൈതന്യമേ നിത്യ ചൈതന്യമേ. ഇന്നിവിടെ നടത്തപ്പെടുന്ന അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഓൺലൈനായിട്ട് നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് അവർ, വേദിയിലുള്ള ബഹുമാനപ്പെട്ട വനിതാ കമ്മീഷൻ അധ്യക്ഷ, ബഹുമാനപ്പെട്ട വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ശ്രീമതി റോസക്കുട്ടി, ബഹുമാനപ്പെട്ട സ്പെഷ്യൽ സെക്രട്ടറി ശ്രീമതി അദീല അബ്ദുള്ള, പ്ലാനിംഗ് ബോർഡ് മെമ്പർ ശ്രീമതി മിനി സുകുമാർ, വനിതാ വികസന കോർപ്പറേഷൻ്റെ MD ശ്രീമതി ബിന്ദു, ക്ഷീരവികസനവും വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണിയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയെ അധ്യക്ഷ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. മാറുകയാണ്. അവരുടെ പിന്നെ വഴിതെറ്റി പോകുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള
ഇല്ലാതാക്കുവാൻ നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടേണ്ടുന്ന ഒരു കാലഘട്ടമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ അമ്മമാർ വളരെയധികം ശ്രദ്ധാലുവായി ഇനിയുള്ള കാലഘട്ടത്തിൽ മുന്നോട്ട് പോകണം. നല്ല മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും നിങ്ങളെല്ലാവരും തന്നെയാണ് പുരസ്കാരത്തിനർത്ഥമായി അഭിനന്ദനം അറിയിക്കുന്നു. 2025 വനിതാ രത്ന പുരസ്കാരത്തിന് അർഹമായിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാവരോടും ഹൃദയപൂർവ്വമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. സാമൂഹിക സേവന വിഭാഗത്തിൽ കോഴിക്കോട് കല്ലാടി സുജാര്യ ആദരണിയായ ദേവി, കായിക രംഗത്ത് ആലപ്പുഴ ചേർത്തല വയനാട് വേദിയിൽ ശ്രീമതി കെ വാസന്തി, പ്രതികൂല സാഹചര്യം അതിജീവിച്ച് ജീവവിജയം നേടിയ വനിതാ വിഭാഗത്തിൽ വയനാട് കുട്ടിൽ നോർത്ത് തോനാട്ടി കല്ലുകൾ ശ്രീമതി ഷെറിൻ ഷഹാന, സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണത്തിൽ വയനാട് മാടക്കര കേദാരം ശ്രീമതി വിനയ എ, വിദ്യാഭ്യാസ മേഖലയിലും ശാസ്ത്ര സാങ്കേതിക മേഖലയിലും വ്യക്തിമുദ്ര പതിച്ച വ്യക്തിയായി തിരുവനന്തപുരം ജഗതി CS റോഡ് സിമെക്സ് സെന്റർ പ്രിയപ്പെട്ട ഡോക്ടർ നബിനി കെ കുമാർ, കലാരംഗത്ത് ആലപ്പുഴ മണ്ണാശ്ശേരി മടക്കിക്കാട് ഏറ്റവും പ്രിയങ്കരിയായ ശ്രീമതി വേദിനി അവർ എല്ലാവരെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഹൃദയപൂർവ്വമായ അഭിനന്ദനങ്ങൾ. ഒരു ക്ഷമാപണം കൂടി, ഇന്ന് നേരിട്ട് ഇവിടെ പങ്കെടുക്കണമെന്നുള്ളതാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ അവരെ എത്താൻ കഴിയാതെ മറ്റൊരു സംരംഭത്തിൽ ഭാഗമായിട്ടുള്ള അവർ കഴിഞ്ഞ് അവിടെ എത്തിപ്പോയി വൈകും. അതുകൊണ്ടാണ് എത്താൻ കഴിയാതെ പോയത്. എല്ലാവരുമായിട്ടുള്ള ആശംസകൾ നേർന്നുകൊണ്ട് 2025 എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകിച്ച് വകുപ്പിലെ എൻ്റെ പ്രിയ സഹപ്രവർത്തകർ എല്ലാവരുമുണ്ട്. ഇന്ന് വൈകുന്നേരം രാത്രിയിൽ കേരളത്തിലുടനീളം ആദ്യമായി എല്ലാ ജില്ലകളിലും സ്ത്രീകൾ തന്നെ ആവശ്യപ്പെട്ടതാണ്, വനിതകൾ ആവശ്യപ്പെട്ടതാണ്, അമ്മമാർ ആവശ്യപ്പെട്ടതാണ് ഒരു സെക്കൻഡ് ഷോ പ്രത്യേകമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ വനിതാദിനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി വനിതാദിനത്തിൻ്റെ പരിപാടികൾ നേട്ടം കണക്കിലെടുത്ത് 2024 വനിതാ രത്ന പുരസ്കാരം നൽകി വനിതാ ശിശു വികസന വകുപ്പ് ശ്രീമതി കെ വാസന്തിയെ ആദരിക്കുന്നു. ശ്രീമതി ഷെറിൻ ഷഹാന, വയനാട് സ്വദേശിനിയും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയുമായ ശ്രീമതി ഷെറിൻ ഷഹാന 2017 അപ്രതീക്ഷിതമായ ഒരു അപകടത്തിൽ നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ് എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത അവസ്ഥയിലായി. ആ പ്രതിസന്ധികളിൽ നിന്നും തുടർ പോരാട്ടമാണ് ശ്രീമതി ഷെറിൻ ഷഹാനയെ സിവിൽ സർവീസിലേക്ക് എത്തിച്ചത്. നിലവിൽ ഇന്ത്യൻ റെയിൽവേസ് മാനേജ്മെന്റ് സർവീസ് കൗൺസിൽ പ്രമോഷണറിയാണ്. കഠിന പ്രതിസന്ധികളുടെ ജീവിത വഴികളിലെ വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നേറുന്ന ശ്രീമതി ഷെറിൻ ഷഹാനയ്ക്ക് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് 2024 വനിതാ രത്ന പുരസ്കാരം നൽകി ആദരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥയുമായിരുന്ന ശ്രീമതി വിനയ എ സമൂഹത്തിൽ നിലനിൽക്കുന്ന ലിംഗ വിവേചനത്തെ
തിരിച്ചറിയുകയും ലിംഗസമത്വം നിലനിർത്തുന്നതിനും ലിംഗനീതി നടപ്പിലാക്കുന്നതിനും വേണ്ടി കഴിഞ്ഞ 40 വർഷമായി പ്രവർത്തിച്ചു വരുന്നു. പോലീസ് സേനയിൽ ലിംഗാടിസ്ഥാനത്തിൽ നിന്നിരുന്ന യൂണിഫോം ഏകീകരിക്കുന്നതടക്കം പോലീസ് സേനയിലെ നിരവധി പ്രവർത്തനങ്ങൾക്ക് വഴിതെളിച്ച വ്യക്തിത്വം. വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നേറുന്ന ശ്രീമതി വിനയയ്ക്ക് സ്ത്രീ ശാക്തീകരണ രംഗത്തെ മികച്ച നേട്ടം കണക്കിലെടുത്ത് വനിതാ ശിശു വികസന വകുപ്പ് 2024 വനിതാ രത്ന പുരസ്കാരം നൽകി ആദരിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ക്ലിനിക്കൽ ഫാക്കൽറ്റിയിൽ ബിരുദാനന്തര ബിരുദവും ഗ്യാസ്ട്രോഎൻട്രോളജിയിൽ ഗവേഷണവും നടത്തിയിട്ടുള്ള ഡോക്ടർ നന്ദിനി കുമാർ ഇന്ത്യയിലെ എത്തിക്സ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പങ്കാളിയുമാണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ സീനിയർ ഗ്രേഡായി വിരമിച്ച ഡോക്ടർ നന്ദിനി കുമാർ പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനും ബയോ എത്തിക്സ് വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഡോക്ടർ നന്ദിനി കെ കുമാറിന്റെ വിദ്യാഭ്യാസ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികച്ച നേട്ടങ്ങൾ കണക്കിലെടുത്ത് വനിതാ ശിശു വികസന വകുപ്പ് 2024 വനിതാ രത്ന പുരസ്കാരം നൽകി ആദരിക്കുന്നു. സ്വാതന്ത്ര്യ സമര സേനാനിയായ ശ്രീമതി PK മേദിനി ആലപ്പുഴ സ്വദേശിനിയാണ്. 1933 ജനിച്ച ശ്രീമതി PK മേദിനി ഒരു വിപ്ലവ ഗായിക, സംഗീതജ്ഞ, സ്റ്റേറ്റ് ആർട്ടിസ്റ്റ്, പുന്നപ്ര വയലാർ പ്രക്ഷോഭത്തിലെ പങ്കാളി, സാമൂഹിക പ്രവർത്തക, നടി, രാഷ്ട്രീയ പ്രവർത്തക എന്നീ നിലകളിൽ പ്രശസ്തയാണ്. 1999 കേരള സംഗീത നാടക അക്കാദമി അവാർഡിന് അർഹയായി. ശ്രീമതി PK മേദിനിയെ കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ് 2024 വനിതാ രത്ന പുരസ്കാരം നൽകി ആദരിക്കുന്നു. രംഗങ്ങളിൽ മികച്ച വ്യക്തിമുദ്ര പതിപ്പിച്ച വനിത കണ്ണൂർ സ്വദേശിനിയായ ശ്രീമതി T ദേവി കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ, വനിതാ കമ്മീഷൻ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വയനാട്ടിലെ ആദിവാസി സ്ത്രീകൾക്കിടയിലെ അവിവാഹിതരായ അമ്മമാരുടെ പ്രശ്നം സമൂഹ ശ്രദ്ധയിലേക്ക് വരുന്നത് ശ്രീമതി T ദേവിയുടെ നേതൃത്വത്തിൽ നടന്ന മഹിളാ പോരാട്ടത്തിലൂടെയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ശ്രീമതി T ദേവി എത്തിച്ചേർന്നിട്ടില്ല. ജില്ലാ കളക്ടർക്കുള്ള അവാർഡാണ് ശ്രീ കുംഭശേഖർ K IAS. കാസർഗോഡ് ജില്ലയിൽ വനിതാ ശിശു വികസന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് മികച്ച നേതൃത്വവും വകുപ്പിന് ആവശ്യമായ എല്ലാ പിന്തുണയും ജില്ലാ കളക്ടർ ശ്രീ കുംഭശേഖർ K IAS അവർക്ക് നൽകി വരുന്നു. കെട്ടിടമില്ലാത്ത അംഗനവാടികൾക്ക് സ്ഥലം കണ്ടെത്തി കെട്ടിടം നിർമ്മിക്കുന്നതിന് മുഖ്യ പരിഗണന നൽകിയിട്ടുണ്ട്. 55 അംഗനവാടികൾക്ക് സ്ഥലം കണ്ടെത്തുന്നതിനും കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി 21 അംഗനവാടികൾക്ക് കെട്ടിട നിർമ്മാണത്തിന് ഭരണാനുമതി ലഭ്യമാക്കുന്നതിനും ജില്ലാ കളക്ടറുടെ ഇടപെടൽ വഴി കഴിഞ്ഞിട്ടുണ്ട്. ജില്ലയിൽ പോഷൺ അഭിയാൻ പ്രവർത്തനങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്യുകയും പരപ്പ ബ്ലോക്കിനെ ദക്ഷിണേന്ത്യയിലെ മികച്ച ബ്ലോക്കായി മാറ്റാൻ സാധിച്ചു. ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലെ കുട്ടികൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനം നടത്തുന്നതിനായി നടപ്പാക്കിയ വഴികാട്ടി പദ്ധതിയും ശ്രദ്ധേയമാണ്. reporter and research. മികച്ച ക്യാമറമാൻ അംഗനവാടി പ്രവർത്തകർക്കുള്ള സംസ്ഥാന അവാർഡ് കേന്ദ്ര
PK, സെന്റർ നമ്പർ 14, ICDS കോതമംഗലം അഡീഷണൽ. സിന്ധു PK, സെന്റർ നമ്പർ 57, ICDS കോതമംഗലം. റസിയ A, സെന്റർ നമ്പർ 36, ICDS ഇടപ്പള്ളി. ഇടുക്കി ജില്ല വിധി സെന്റർ നമ്പർ 71, ICDS അടിമാലി അഡീഷണൽ. കോതമംഗലം അഡീഷണൽ ICDS CDPO ശ്രീമതി ജിഷ ജോസഫ്. എൻ്റെ പഞ്ചായത്തിന് അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തന മേഖലയുടെ പരിധിയിൽ വരുന്ന കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൻ്റെ അംഗൻവാടി നമ്പർ 14 ശ്രീമതി രാധിക ടീച്ചർക്ക് ഈ വർഷത്തെ സംസ്ഥാന അവാർഡ് മികച്ച അംഗൻവാടി വർക്കർക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിക്കുകയുണ്ടായി. ആയതിലേക്കായി അംഗൻവാടി വർക്കർ എന്ന നിലയിൽ ഒരു അംഗൻവാടിയിലെ കമ്മ്യൂണിറ്റിയുമായിട്ട് എങ്ങനെ ബന്ധപ്പെടണം, അവിടുത്തെ കുഞ്ഞുങ്ങളെ എങ്ങനെ പരിപാലിക്കണം, അവിടുത്തെ വൃത്തി ശുദ്ധി, അതുപോലെ തന്നെ മറ്റുള്ളവരോടായിട്ടുള്ള ഇടപഴകൽ, കുട്ടികളുമായിട്ടുള്ള ആ ഒരു ഒത്തുചേരൽ, അതുപോലെ അവിടുത്തെ രജിസ്റ്റേഴ്സിൻ്റെ കൈകാര്യം, തൂക്കക്കുറവുള്ള കുട്ടികളെ പ്രത്യേക പരിഗണന നൽകി അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷ നൽകൽ, അവിടുത്തെ മറ്റൊരു ജീവനക്കാരിയായിരിക്കുന്ന അംഗൻവാടി ഹെൽപ്പറുമായിട്ടുള്ള ഇടപഴകൽ, അതുപോലെ തന്നെ പൊതുസമൂഹത്തിനോടുള്ള ആ ഒരു സ്നേഹം, കരുതൽ, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്രയും കാലം 2001 മുതൽ 2024 വരെ 24 വർഷം തൻ്റെ ജീവിതത്തിൻ്റെ ഏതാണ്ട് നല്ല ഭാഗവും അംഗൻവാടി പ്രവർത്തനത്തിനായിട്ടും സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ടും പ്രവർത്തിച്ച അംഗൻവാടി ടീച്ചറായ രാധിക PK ടീച്ചർക്ക് ഈ അവാർഡ്, സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് മാർച്ച് 8, 2025 കരസ്ഥമാക്കാനും അത് വാങ്ങുവാനും അവിടെ പോയി അത് സ്വീകരിച്ച് മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച രാധിക ടീച്ചർക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ICDS കോതമംഗലം അഡീഷണലിൻ്റെ എല്ലാവിധ സ്നേഹഭാവുകങ്ങളും നേരുന്നു. ഇനിയും തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും ഇതുപോലെ മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് തൻ്റെതായ മേഖലയിൽ കർമ്മനിരതയായി തുടർന്നും വർദ്ധിക്കുവാനിടയാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. സ്നേഹപൂർവ്വം എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. സഹായകമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്മാർട്ട് അംഗൻവാടി ആയതോടുകൂടി വളരെയേറെ സൗകര്യങ്ങൾ അവിടെ ലഭ്യമായി. അപ്പോൾ ടീച്ചറിൻ്റെ പ്രവർത്തനവും ഭൗതിക സാഹചര്യങ്ങളും ഒക്കെ അതിന് കാരണമായിരിക്കാം. അപ്പോൾ ടീച്ചറിന് അങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിൽ വളരെയേറെ സന്തോഷം. ടീച്ചറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം സിന്ധുവിൻ്റെ അംഗൻവാടിയിൽ ഞാൻ പോയിട്ടുണ്ട്. അംഗൻവാടി
അവാർഡ് ലഭിച്ചതിൽ CDP എന്ന നിലയിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. CDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധിക ടീച്ചറിൻ്റെ മുൻ CDP എന്ന നിലയിലും സിന്ധുവിൻ്റെ ഇപ്പോഴത്തെ CDP എന്ന നിലയിലും വളരെയേറെ സന്തോഷം എനിക്കുണ്ട്. രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ആമുഖ പ്രഭാഷണം നടത്തിയ CDPO ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വീഡിയോ, അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അംഗങ്ങൾ, പ്രിയപ്പെട്ട ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട 2 പേരെയാണ് ആദരിക്കുന്നത്. രാധിക, മറ്റ് അംഗൻവാടിയിലെ സൂപ്പർവൈസർമാർ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയ സഹോദരിമാരെ, ഏറെ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ ഈ ജില്ലയിൽ മികച്ച അംഗൻവാടിയിലെ 2 ടീച്ചർമാരായി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് 2 പേരെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നമ്മുടെ ഈ ജില്ലയിൽ നിന്ന് 4 പേരെയാണ് മൊത്തത്തിൽ തിരഞ്ഞെടുത്തതെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം ഇത്തരത്തിൽ ICDS 23 ICDSിൽ നിന്ന് തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അതിൽ നിന്ന് 4 പേരെ കണ്ടെത്തുകയും അതിൽ 2 പേര് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്നവരാകുക എന്നുള്ളതും ഏറെ പ്രത്യേകതയായി ഞങ്ങൾ കാണുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമാണ് ഈ കാര്യത്തിലുള്ളത്. പ്രത്യേകിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പരിധി ഏറ്റവും കൂടുതൽ അംഗൻവാടികളുള്ള, ഏറ്റവും കൂടുതൽ അംഗൻവാടി ടീച്ചർമാരുള്ള ദീർഘദൂര പരിധിയുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്ത്. ആ ബ്ലോക്ക് പഞ്ചായത്തിൽ മുൻകാലങ്ങളിൽ നിന്നും ഇല്ലാത്ത തരത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വലിയ ഇടപെടലാണ് അംഗൻവാടികൾ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ളത്. ഇവിടെ സ്മാർട്ട് അംഗൻവാടി ഉൾപ്പെടെ ബ്ലോക്ക് പഞ്ചായത്തിന് എന്തെല്ലാം അംഗൻവാടി കേന്ദ്രീകരിച്ച് ചെയ്യാൻ കഴിയുമോ അത്തരത്തിലുള്ള എല്ലാ ഇടപെടലുകളും നടത്തിയ ഒരു ഭരണസമിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപാട് ആദരവോടെ, അതായത് നമ്മുടെ അംഗൻവാടിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ അംഗൻവാടി ഏരിയയിലുള്ള കുട്ടികൾ, അവിടുത്തെ രക്ഷകർത്താക്കൾ, അവിടുത്തെ കമ്മ്യൂണിറ്റി, അവിടുത്തെ സാമൂഹ്യ ഉപഭോഗ കേന്ദ്രം, അവിടുത്തെ കുഞ്ഞുങ്ങളുടെ അവരുടെ ശോഷണം, ആരോഗ്യ പോഷണം, ആരോഗ്യ ശോഷണം ഇവയൊക്കെ കണ്ടെത്തി ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ അംഗൻവാടിയിലെ വർക്കറെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. തുടർന്ന് മറ്റ് അടുത്ത പ്രോജക്റ്റിലെ ഓഫീസർ കൂടെ എത്തിയിട്ടുണ്ട്, അദ്ദേഹം ഇതേക്കുറിച്ചിട്ട് പറയുന്നതായിരിക്കും. എന്നാലും എൻ്റെ ഇന്നത്തെ ഒരു ചടങ്ങിൽ എനിക്ക് കിട്ടിയ അവസരം ഇതായതുകൊണ്ട് ഞാൻ എൻ്റെ വർക്കറെ കുറിച്ച് പറയുകയാണ്. എല്ലാ കാര്യത്തിലും നല്ല രീതിയിൽ അവിടെ ചെന്ന് പ്രവർത്തിച്ച് വന്നിരുന്ന ഒരാളാണ്. എപ്പോഴാണെങ്കിലും അംഗൻവാടിയിൽ ചെന്ന് കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പുറത്തു നിന്നുള്ള CDPOമാരും ഒരു സൂപ്പർവൈസറുമായിരുന്നു അവിടെ മാർക്കിടാനായിട്ട് എത്തിയിരുന്നത്. അപ്പോൾ അവരുടെ ഒരു ഇതിൻ്റെ അസസ്മെൻറ്റിൻ്റെ പുറത്ത് ഏറ്റവും നല്ല അംഗൻവാടി പ്രവർത്തിക്കായിട്ട് തിരഞ്ഞെടുത്ത ജില്ലയിലെ ഒരാളായി വന്നതിൽ എനിക്ക് അത്രയേറെ ചരിതാർത്ഥ്യമുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരുടെയും സംശയത്തിൽ അറിയിക്കുകയാണ്. സംസ്ഥാനത്ത് എറണാകുളത്ത് ജില്ലയിൽ 4 ടീച്ചർമാർക്ക് അവാർഡ് ലഭിച്ചതിൽ 2 ടീച്ചർമാരും നമ്മുടെ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും, നെല്ലിക്കുഴിയിൽ നിന്നും, നേര്യമംഗലത്തു നിന്നും നേടിയിരിക്കുകയാണ്. ഏറ്റവും സന്തോഷത്തോടെ പറയട്ടെ, ഇത്രയധികം അംഗൻവാടികളുള്ള ഈ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും 2 പേരെ സെലക്ട് ചെയ്തപ്പോൾ ഏറ്റവും നല്ല അംഗൻവാടി ടീച്ചർമാരാണ് നമ്മളുടെ ഈ ഏരിയയിലുള്ളത്. നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന, സമൂഹത്തിന് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എന്നാൽ തുച്ഛമായ വേതനത്തിൽ മുന്നോട്ട് പോകുന്ന അംഗൻവാടി ടീച്ചർമാരെ ഇത്തരത്തിൽ ആദരിക്കുന്നതിനും ഈ സമൂഹത്തിന് അവർ ചെയ്യുന്ന നന്മകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഭരണസമിതിയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ നല്ല രീതിയിൽ സഹകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ പ്രവർത്തനവും വളരെ ഭംഗിയാകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇനിയും നല്ല രീതിയിൽ ഉയർന്നു വരുന്നതിനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇവിടെ നമ്മൾക്ക് ഇന്ന് ആദരവ് ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന രാധിക ടീച്ചറിനും സിന്ധു ടീച്ചറിനും എല്ലാവിധ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാറ് ഒത്തിരി എഫേർട്ട് എടുത്ത് നല്ല തിരക്കുള്ള സമയമായിരുന്നു. ആ സമയത്ത് പോലും ഇങ്ങനെ അംഗൻവാടികളെ മാർക്കിടാനും, ഓരോ അംഗൻവാടി സെലക്ട് ചെയ്ത് മാർക്കിടാനും അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് എനിക്ക് കിട്ടാനും എനിക്ക് സഹായമായത് സൂപ്പർവൈസറിൻ്റെ ഇടപെടലാണ്. അതുപോലെ തന്നെ അത് ഞാൻ ഒരിക്കലും മറക്കില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെ എനിക്കിന്ന് ഈ അവാർഡ് കിട്ടാൻ കാരണമായത് എൻ്റെ അംഗൻവാടി ജീവിതമാണെന്ന് ഞാൻ ആദ്യം മറന്നുകൂടാ. കാരണം 23 വർഷത്തെ അംഗൻവാടി പ്രവർത്തനമാണ് കാര്യങ്ങൾ ഓർക്കുമായിരുന്നു.
ഓരോ ഗർഭിണികളും നമ്മുടെ അടുത്ത് വരുമ്പോൾ ഞാൻ ചിന്തിക്കും, ഞാനും 3 കുട്ടികളുടെ അമ്മയാണ്. അപ്പം എൻ്റെ ആ അവസ്ഥകൾ എങ്ങനെയായിരുന്നു, എനിക്ക് എന്തൊക്കെ സേവനങ്ങളാണ് ലഭിക്കേണ്ടിയിരുന്നത്. അപ്പം ആ ഒരു മനസ്ഥിതിയോടുകൂടി സേവനങ്ങൾ നൽകുന്നതിന് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് 3 കുട്ടികളാണ്. എൻ്റെ 3 കുട്ടികളെയും വിവാഹം കഴിച്ചു. 3 പേരും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിക്കുന്നു. ഇളയ മോള് ഗൾഫിലാണ്. അപ്പോൾ ഈ അവാർഡൊക്കെ കിട്ടിയതിന് ഫംഗ്ഷനൊക്കെ മോള് വന്നിട്ട് നടത്താമെന്നാണ് എന്നെ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഈ അവാർഡ് മേടിക്കുന്നതിനായിട്ട് എൻ്റെ കൂടെ എൻ്റെ ഒരു കൂട്ടുകാരി വന്നിരുന്നു, റെനി ജോസഫ്. എനിക്ക് തോന്നുന്നു നമ്മളിലെല്ലാം വിഭിന്നമാണ്. നല്ലൊരു യൂട്യൂബറാണ്, വളരെയേറെ കഴിവുകൾ ശ്രദ്ധിച്ചിരിക്കുന്നു. ഈ അംഗൻവാടിയിൽ വന്നിട്ട് ഇന്ന് രാവിലെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു, വളരെ നല്ലതായിരുന്നു. എൻ്റെ ഈ അവാർഡിന് വേണ്ടിയിട്ട് എന്നോട് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വരണമെന്നുണ്ടായിരുന്നു. സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് മാത്രമാണ് വരാൻ പറ്റുകയുള്ളൂ. അതേപോലെ തന്നെ പോകുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് വണ്ടിക്കാശൊക്കെ വണ്ടിക്കൂലിയൊക്കെ എൻ്റെ കൂട്ടുകാരെ അറേഞ്ച് ചെയ്ത് തന്നിരുന്നു. അത് അവരുടെ ഒരു സന്തോഷമാണ്. 30 പേര് ഞങ്ങളുടെ കവളങ്ങാട് പഞ്ചായത്തിൽ 30 പേര് ഞങ്ങൾ ഒരൊറ്റ കൈയാണ്, ഒരൊറ്റ ചങ്കാണ്. അതിന് ഞങ്ങളെ പിന്താങ്ങുന്നത് ഞങ്ങളുടെ സൂപ്പർവൈസർ CDPO-യാണ്. ഞങ്ങളുടെ 106 പേരും പ്രൊജക്റ്റിലുള്ളവർ ഒരു കുടുംബമാണ്, ഞങ്ങളുടെ ഓഫീസ് സ്റ്റാഫും. അപ്പം ആ ഒരു പ്രവർത്തനത്തിൽ നിന്നാണ് ഇത് ലഭിച്ചത്. ഞാൻ ഈ അവാർഡ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളുമായിട്ട് ഏറ്റവും പ്രിയപ്പെട്ടവർക്കെല്ലാം പറഞ്ഞു കൊടുത്തതായിരുന്നു. നമ്മളുടെ ഓഫീസേഴ്സിന്, മെമ്പർമാർക്ക്, അങ്ങനെ എല്ലാവർക്കും കൊടുത്തു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മെമ്പർ ജിൻസിയ മാഡം വളരെ ഒരു മികവുറ്റ മെമ്പറായിരുന്നു. അംഗൻവാടി ഹെൽപ്പിങ്ങിന് കണ്ണൻ മെമ്പറും അങ്ങനെ തന്നെയാണ്. ബ്ലോക്കിൽ നിന്ന് കെട്ടിടം പണിത് തന്നു. അതുകൂടാതെ മിറ്റമൊക്കെ അലങ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് പൂച്ചിരിച്ചട്ടി, അങ്ങനെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ബ്ലോക്കും പഞ്ചായത്തുമായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. നമ്മളുടെ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മോനെ അറിയിച്ചു. എൻ്റെ മോൻ മെക്കാനിക്കലാണ്, തൊടുപുഴ ഒരു വർക്ക്ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ അറിയിച്ചു കഴിഞ്ഞപ്പോൾ മോന് ഭയങ്കര സന്തോഷമായി. ഞാൻ ആദ്യം പപ്പയെ അറിയിക്കുന്നതിന് മുൻപ് എൻ്റെ മോനെയാണ് അറിയിച്ചത്. അപ്പോൾ എൻ്റെ മോൻ അവരുടെ കൂട്ടുകാരോട് അവരുടെ ആ കമ്പനിയിൽ പറഞ്ഞു, എൻ്റെ അമ്മയ്ക്കാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോനോട് ആ കമ്പനിയിലുള്ളവർ ചോദിച്ചു, ഇത്ര വിലമതിക്കുന്ന ആളാണോ നിൻ്റെ അമ്മ എന്ന്. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. വൈകുന്നേരം ഞാൻ വീട്ടിൽ വന്ന് ചോദിച്ചു, മോനെ അപ്പോൾ മോൻ എന്ത് മറുപടിയാണ് പറഞ്ഞതെന്ന്. എൻ്റെ മകൻ പറഞ്ഞു, അതിനേക്കാളൊക്കെ എത്രയോ വിലമതിച്ചതാണ് എൻ്റെ അമ്മ. ഇപ്പോൾ ഈ അവാർഡ് ഗവൺമെൻറ് കൊടുത്തുന്നുള്ളൂ, ഇതൊന്നും അല്ല എൻ്റെ അമ്മയുടെ വില എന്ന് എനിക്കതൊരു മകനിൽ നിന്ന് കേട്ടപ്പോൾ വളരെ ചാരിതാർത്ഥ്യം തോന്നി. നമ്മൾ അംഗൻവാടി പ്രവർത്തനത്തിലൂടെ നമ്മുടെ കുട്ടികളെയും നമുക്ക് സ്നേഹമുള്ളവരാക്കി മാറ്റിയെടുക്കുന്നതിന് കഴിഞ്ഞു. അതേപോലെ തന്നെ വൈകുന്നേരം ചോറുണ്ണുന്നതിന് വേണ്ടി ഇരുന്നപ്പോൾ ഈ അവാർഡിൻ്റെ കാര്യം ഞങ്ങൾ കുടുംബം ചർച്ച ചെയ്തു. എൻ്റെ അടുത്തുള്ള എല്ലാ സ്വന്തക്കാരും, എൻ്റെ സ്വന്തക്കാരെല്ലാവരും വന്നിരുന്നു. ചർച്ച ചെയ്തപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, അമ്മയ്ക്ക് നമ്മളാണ് അവാർഡ് കൊടുക്കേണ്ടത്. നിങ്ങളെ ഇത്രയൊക്കെ വളർത്തി വലുതാക്കി വിടുന്നതിന് അമ്മ ചെയ്ത ഉത്തരവാദിത്വം വളരെ വലുതാണ്. അപ്പോൾ അത് എൻ്റെ മരുമോളോടുമായിട്ട് പറയുകയാണ്, ഇതെല്ലാം കണ്ട് വരും തലമുറയിൽ നിങ്ങൾ ഇതെല്ലാം പകർത്തണം എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്നാണ് അമ്മയ്ക്ക് അവാർഡ് കൊടുക്കേണ്ടത്, ഗവൺമെൻറ് കൊടുത്തു എന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് വളരെ അഭിമാനം തോന്നി. ഒരു വനിതയായി നമ്മൾ ജീവിച്ച് എനിക്ക് 58 വയസ്സുണ്ട്. അപ്പം വളരെയധികം അഭിമാനം തോന്നി. ഈ അവാർഡിന് അർഹയാക്കി തന്ന അതോടൊപ്പം തന്നെ ആദ്യം വിട്ടുപോയ കാര്യമാണ്, സോറി, എൻ്റെ ഹെൽപ്പർ വത്സ. ഞങ്ങളൊരു കുടുംബം പോലെയാണ്. വളരെ അധികം എല്ലാ അംഗൻവാടിയിൽ ഏൽപ്പിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ വത്സയും ഒപ്പമാണ് ചെയ്യുന്നത്. കവളങ്ങാട് പഞ്ചായത്തിലെ 14-ാം നമ്പർ നേരുമംഗലം അംഗൻവാടിയിലെ ടീച്ചറാണ് രാവിലെ ടീച്ചർ. അംഗൻവാടി ടീച്ചറായി അതൊരു കാരണമായി നമ്മൾ കണക്കാക്കുന്നു.
കഴിഞ്ഞ വർഷത്തെ ഈ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച അംഗൻവാടി ടീച്ചറായി നമ്മുടെ നേര്യമംഗലം 14 നമ്പർ അംഗൻവാടിയിലെ ശ്രീമതി രാധിക ടീച്ചറെ തെരഞ്ഞെടുത്തു. ഈ മാർച്ച് 8-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് വനിതാ ദിനത്തോടനുബന്ധിച്ച് അവാർഡ് അവർക്ക് നൽകുകയുണ്ടായി. ഈ ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ തന്നെയും നമ്മുടെ പഞ്ചായത്തിലെ 14 നമ്പർ അംഗൻവാടിയിലെ രാധിക ടീച്ചറെ ഈ അവാർഡിന് അർഹയാക്കി എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ പങ്കുവെക്കുന്നത്. ഈ പഞ്ചായത്തിലുള്ള 30 അംഗൻവാടികളിലും നല്ല രീതിയിൽ നമ്മുടെ ടീച്ചർമാർ പ്രവർത്തനം നടത്തുമ്പോഴും നേര്യമംഗലം 14 നമ്പർ അംഗൻവാടിയിൽ ദീർഘകാലമായിട്ടുള്ള എൻ്റെ പരിചയം വെച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ടീച്ചർ കുട്ടികളോട് എങ്ങനെയാണ് നന്നായി പെരുമാറുന്നത്, ഒരു അംഗൻവാടി ടീച്ചർ വഴി എന്തെല്ലാം ഈ നാടിന് ചെയ്യാൻ കഴിയും എന്ന് നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് മനസ്സിന് ഒരു സന്തോഷം നൽകുന്ന രീതിയിലുള്ള നല്ല പ്രവർത്തനങ്ങളിൽ കൂടി അവരുടെ കടമ നിർവഹിച്ച ടീച്ചറെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇതുപോലുള്ള അവാർഡുകൾക്ക് നമ്മുടെ പഞ്ചായത്തിലുള്ള മറ്റുള്ള അംഗൻവാടിയിലെ ടീച്ചർമാരെ പ്രാപ്തമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അവർക്കും കഴിയട്ടെ എന്ന് വനിതാ ദിനത്തോടനുബന്ധിച്ച് ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ടീച്ചറിൻ്റെ കുടുംബത്തെ പോലെ തന്നെ അംഗൻവാടിയിലുള്ള അവരെ ഏൽപ്പിച്ചിട്ടുള്ള കർത്തവ്യങ്ങൾ ഓരോന്ന് കൃത്യമായി നിർവഹിക്കുന്നതുകൊണ്ടാണ് ഈ അവാർഡിന് അവരെ തിരഞ്ഞെടുക്കാൻ സാധ്യമാക്കിയത്. അത് അവരുടെ കൃത്യമായ ഒരു പരിശീലനവും കർത്തവ്യബോധവും അവരുടെ ആ പ്രവർത്തനത്തിലുള്ള ആത്മാർത്ഥതയുമാണ് എടുത്തു പറയുന്നത്. ഈ അവാർഡ് കൊണ്ട് അവരുടെ കുടുംബത്തിനും നാടിനും ഒരു ഐശ്വര്യവും ഒരു സന്തോഷവും അഭിമാനവും ഉണ്ടാക്കി തന്ന രാധിക ടീച്ചറെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ജോളിയാണ് ഞാൻ. ഈ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല അംഗൻവാടി ടീച്ചർക്കുള്ള അവാർഡ് കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് വർക്ക് ചെയ്യുന്ന രാധിക ടീച്ചറിനാണ്. അതിൽ വളരെയധികം അഭിമാനവും സന്തോഷവും ഞങ്ങൾക്ക് ഈ നിമിഷമുണ്ട്. ടീച്ചറിന് തുടർന്നു വരുന്ന നാളുകളിലും ഏറ്റവും നല്ല പ്രവർത്തനത്തിന് നല്ല അംഗീകാരം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഞാൻ സൈജൻ ചാക്കോ, കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻ്റാണ്. തലക്കോട് 6-ാം വാർഡ് മെമ്പറാണ് ഞാൻ. പ്രിയപ്പെട്ട ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ അഭിമാനമായ രാധിക ടീച്ചറെ അഭിനന്ദിക്കുവാൻ വേണ്ടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. എനിക്ക് രാധിക ടീച്ചർ എൻ്റെ അമ്മയ്ക്ക് തുല്യമാണ്. ഞാൻ എൻ്റെ അമ്മയെപ്പോലെ കരുതുന്ന ഒരാളാണ് പ്രിയപ്പെട്ട ടീച്ചർ. ഞങ്ങളുടെ നാടിന്, നേര്യമംഗലത്തിന്, കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന് ഏറെ അഭിമാനമാണ് ടീച്ചർ. അങ്കണവാടിയിലേക്ക് ചെല്ലുന്ന ഓരോ മക്കളെയും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന, മാതൃത്വത്തിൻ്റെ ഊഷ്മളത വറ്റാത്ത സ്നേഹം വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു ടീച്ചറാണ്. എല്ലാവരെയും സ്നേഹത്തോടെ കാണുകയും എല്ലാവരോടും സ്നേഹത്തോടെ സംസാരിക്കുകയും വെറുപ്പത്തിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ ഒരു കണിക പോലുമില്ലാത്ത നാടിന് അഭിമാനമാകുന്ന ഒരാളാണ് പ്രിയപ്പെട്ട ടീച്ചർ. ടീച്ചർക്ക് ഏറ്റവും അർഹതപ്പെട്ട ഒരു അംഗീകാരമാണ് പ്രിയപ്പെട്ട ടീച്ചറെ തേടിയെത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ മികച്ച അങ്കണവാടി വർക്കർക്കുള്ള അവാർഡ് രാധിക ടീച്ചർക്ക് ഈ പ്രാവശ്യം കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ സന്തോഷത്തിലുമാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ എന്തുകൊണ്ടും ഈ അവാർഡിന് പ്രിയപ്പെട്ട ടീച്ചർ ഏറെ അർഹയാണ്. ടീച്ചറോടൊപ്പം ഒരു സമൂഹം മൊത്തം, ഒരു നാട് മൊത്തം, കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് മൊത്തം ഞങ്ങൾ സന്തോഷിക്കുന്നു. ഒരുപാട് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് മക്കൾക്ക് അറിവിൻ്റെ ആദ്യാക്ഷരം പകർന്നു കൊടുക്കുവാനും നന്മയുടെ സ്നേഹത്തിൻ്റെ ഒരു പുതിയ ജീവിതം പകർന്നു കൊടുക്കുവാനും ടീച്ചർക്ക് അവസരമുണ്ടാകട്ടെ എന്ന് സന്തോഷത്തോടെ ഈ അവസരത്തിൽ ഓർക്കുന്നു. എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും പ്രിയപ്പെട്ട ടീച്ചർക്ക് നേരുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഞാൻ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TH നൗഷാദ്. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാനത്തെ അംഗൻവാടി വർക്കർക്കുള്ള അവാർഡ് കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ നേര്യമംഗലം ഭാഗത്തെ 14 നമ്പർ അംഗൻവാടിയിലെ വർക്കർ രാധിക ടീച്ചർക്കാണ് കിട്ടിയിരിക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ടീച്ചറോടൊപ്പം ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ 30 അംഗൻവാടികളാണുള്ളത്. എല്ലാ അംഗൻവാടിയും നല്ല സ്മാർട്ട് അംഗൻവാടികളാണ്. രാധിക ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പൊതുസമൂഹത്തിനോടും കുട്ടികളോടും മാതാപിതാക്കളോടും ഏറ്റവും നല്ല രീതിയിലുള്ള ഇടപെടലുള്ള ഒരു ടീച്ചറാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് അമ്മയ്ക്ക് തുല്യമായിട്ട് തന്നെ കണ്ടുകൊണ്ട് ഈ നാടിൻ്റെ മക്കളെയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു വർക്കറാണ്. അതുകൊണ്ട് ഈ അവാർഡ് കിട്ടിയതിൽ ഏറ്റവും
സന്തോഷത്തോടു കൂടി തന്നെ ഒരു ഗ്രാമപഞ്ചായത്ത് പ്രതിനിധി എന്ന നിലയിലും സ്വന്തം പേരിലും ഞാൻ വളരെ നന്ദി അറിയിക്കുന്നു, ആശംസകളോടെ ഓർക്കുകയും ചെയ്യുന്നു. നമസ്കാരം, ഞാൻ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് മെമ്പറാണ്. ഏറെ അഭിമാനവും ഒപ്പം സന്തോഷവും തോന്നുന്ന നിമിഷമാണിത്. കാരണം എൻ്റെ പ്രിയപ്പെട്ട ടീച്ചറാണ്, എൻ്റെ വാർഡിൻ്റെ 14-ാം നമ്പർ അംഗൻവാടി ടീച്ചറാണ്. 2023-24 വർഷത്തെ ഏറ്റവും നല്ല ടീച്ചർക്കുള്ള അംഗൻവാടി ടീച്ചർക്കുള്ള സംസ്ഥാനതല അവാർഡ് മേടിച്ച ടീച്ചറാണ് പ്രിയപ്പെട്ട രാധിക ടീച്ചർ. എൻ്റെ വാർഡിനെ സംബന്ധിച്ച് സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്. എല്ലാ മേഖല എടുത്താലും സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്. അവിടെ ആ ദുർബല ജനവിഭാഗങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ കുട്ടികളുടെയും അമ്മമാരുടെയും കൗമാരക്കാരായ പെൺകുട്ടികളുടെയും ഒക്കെ എല്ലാ ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന, കൃത്യതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ടീച്ചറാണ് എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർ. ഏറെ സന്തോഷം തോന്നുന്ന നിമിഷമാണ് ഈ വനിതാ ദിനത്തിൽ തന്നെ ടീച്ചർക്ക് ഈ അവാർഡ് ലഭിച്ചതിൽ. എല്ലാവിധ ആശംസകളും വരും നാളുകളിലും എൻ്റെ ടീച്ചർക്ക് ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങളെ കൈവെള്ളയിൽ കൊണ്ടുപോയി നടക്കുന്ന പഞ്ചായത്താണ്. അതിന് ഞാൻ ഈ ഭരണസമിതിക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് സന്തോഷം കൊണ്ട് പറയാൻ കഴിയുന്നില്ല. കാരണം നിങ്ങളുടെ താഴേന്ന് മുതൽ മേളിൽ വരെ നിങ്ങൾ ചെയ്യാനാണ്. ഇത്രയും വലിയൊരു അവാർഡ് ഉത്സവത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. പിന്നെ നിങ്ങളോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത് എൻ്റെ സന്തോഷം കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും, നിങ്ങൾ ഓരോരുത്തരും ഇതേ സ്റ്റേജിൽ പൊസിഷനിൽ വന്ന് ഞാൻ കാണണം എന്നുള്ളൊരാഗ്രഹത്തോടുകൂടി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അപേക്ഷ എൻ്റെ ചേച്ചിയും അയച്ചു. അങ്ങനെ അതിൽ നിന്ന് സെലക്ഷൻ കഴിഞ്ഞു, ജോലി കിട്ടി. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യത്തെ ഇവരുടെ പഞ്ചായത്തിൽ നിന്നുള്ള വരവാണ് ഞാൻ ഇപ്പോഴും ഓർക്കണേ. ഒരു ഓട്ടോറിക്ഷയെ കൊള്ളാവുന്ന കലവും അതിനകത്തെ ചട്ടകവും അതിനകത്തെ തവിയും ഈ കാര്യങ്ങളൊക്കെ എന്നിട്ട് നമ്മുടെ നേരിമംഗലത്ത് വന്നിറങ്ങിയപ്പോൾ ആരും വിചാരിച്ചില്ല ഇത് ഇതുപോലെ ഒരു പടുവൃക്ഷമാവുന്നോ, അംഗൻവാടി ഇങ്ങനെ വലിയൊരു സംഭവമാവുന്നോ, ഇങ്ങനെ കേരള തലത്തിൽ ഇതിനൊരു അംഗീകാരം കിട്ടുമെന്നോ ഞങ്ങളുടെ വീട്ടിലുള്ളവരും പോലും പ്രതീക്ഷിച്ചില്ല. ഒരാഴ്ച കഞ്ഞി വെച്ച് കുടിച്ച് പിള്ളേർക്കും കൊടുത്ത് പിന്നെ മടക്കി കെട്ടുന്നുള്ളൊരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇന്ന് ഇതിൻ്റെ ഒരു വിലയും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പോലും അറിയില്ല ഇത്രയും മാത്രം ഒരു അംഗീകാരം. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായതിനു ശേഷം ഏറ്റവും അധികം സന്തോഷത്തോടു കൂടി ഒരു വർക്ക് ചെയ്തത് നമ്മുടെ അംഗൻവാടിയിലെയാണ്. അതിലുപരി ബ്ലോക്ക് പഞ്ചായത്തിലെ 10 പഞ്ചായത്തിൽ, എൻ്റെ പഞ്ചായത്തിൽ, എൻ്റെ ഡിവിഷനിൽ, എൻ്റെ വാർഡിലെ ടീച്ചർക്ക് ഈ അംഗീകാരം കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്നു. എൻ്റെ കൊച്ചിൻ്റെ ടീച്ചർ, എൻ്റെ കൊച്ചിൻ്റെ എന്ന് മാത്രം പറയാം, എൻ്റെന്നും പറയാം. എൻ്റെ വീടിൽ താഴെയാണ്. ഞാൻ കയറി വരുമ്പോൾ അണ്ണൻ കൊച്ചി എന്നുള്ള വിളി ഏറ്റവും കൂടുതൽ ഞാനാ കേട്ടെ. സ്വന്തം മകൻ്റെ മകൻ പോലും കേട്ടിട്ടുണ്ടാവില്ല. അതിലുപരി എനിക്ക് പിന്നെ പറയാനുള്ള ഈ ടീച്ചറിന് ഈ അംഗീകാരം കിട്ടിയതിൽ ഏറ്റവും വലിയൊരു ഘടകമെന്ന് പറഞ്ഞ വർഷ ചേച്ചിയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്